ഒരു പുരുഷനോ സ്ത്രീക്കോ വിവാഹാലോചന വരുമ്പോൾ സാധാരണഗതിയിൽ നക്ഷത്രപ്പൊരുത്തവും പാപസാമ്യവും ദശാസന്ധിയുമാണല്ലോ നോക്കുന്നത്. ഇതുകൂടാതെ ആയവയവും നോക്കാറുണ്ട്. ഇങ്ങനെ നടത്തുന്ന വിവാഹം ശരിയല്ല. ജാതകപ്പൊരുത്തമാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നക്ഷത്രപ്പൊരുത്തം നോക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായം ശക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. ജാതകപ്പൊരുത്തത്തിൽ നമ്മൾ 7-ാം ഭാവത്തെയും 7-ാം ഭാവാധിപനെയും 7-ന്റെ കാരകനായ ശുക്രനെയും ഒക്കെ പരിഗണിക്കാറുണ്ട്. ഒരു വിവാഹ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ 7-ാം ഭാവത്തിനും 7-ാം ഭാവാധിപനും ശുക്രനും ബലം വേണമെന്നുള്ളതിന് പുറമെ ചന്ദ്രനും സൂര്യനും ചൊവ്വയ്ക്കും വ്യാഴനുമൊക്കെ ബലം വേണം. ഒരു സ്ത്രീയുടെ ജാതകത്തിൽ 5-ാം ഭാവാധിപനും സന്താനകാരകനും ഭർത്തൃകാരകനുമായ വ്യാഴത്തിനും ചന്ദ്രനും ചൊവ്വയ്ക്കും ബലം വേണം. ചന്ദ്രന് രക്തത്തിൻ്റെ കാരകത്വവും ചൊവ്വയ്ക്ക് പിത്തത്തിൻ്റെ കാരകത്വവുമാണുള്ളത്. രക്തത്തിൻ്റെയും പിത്തത്തിൻ്റെയും ചേർച്ചയാണ് സ്ത്രീകളുടെ ആർത്തവത്തിന് കാരണമാകുന്നത്. ക്രമരഹിതമായ ആർത്തവം ആരോഗ്യഹാനിയുടെ ലക്ഷണമാണ്. ജാതകത്തിലെ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കി അവയെ ബലപ്പെടുത്തിയാൽ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ആർത്തവ പ്രശ്നങ്ങൾ ഗർഭധാരണത്തിനും തകരാറുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു പുരുഷ ജാതകത്തിൽ 5-ാം ഭാവാധിപനും വ്യാഴനും ശുക്രനും സൂര്യനും ബലം വേണം. വ്യാഴൻ സന്താനകാരകനും ശുക്രൻ ബീജത്തിൻ്റെ കൗണ്ടിങ്ങിൻ്റെ കാരകനും സൂര്യൻ പൊട്ടൻഷ്യാലിറ്റിയുടെ കാരകനുമാണ്. നമ്മുടെ അടുത്ത ജനറേഷനെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണല്ലോ ഒരു വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കൂടാതെ നമ്മൾ ഒരു പൊരുത്ത ശോധനയിൽ അവരവരുടെ ആയുർദൈർഘ്യം കൂടി നോക്കാറുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ആയുസ്സിന് ദോഷം വരുന്ന ചില ഗ്രഹനിലകൾ ജാതകങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ഗ്രഹനിലകളുള്ള ജാതകത്തിനോട് പങ്കാളിയുടെ ആയുസ്സിന് ദോഷമുള്ള ഒരു ജാതകം മാത്രമേ യോജിപ്പിക്കുവാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുക വഴി ആ ദോഷത്തെ ഡിസ്ചാർജ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ആ ഗ്രഹനിലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ആദ്യമായി നോക്കുന്നത് 7-ൽ ഒരു പാപഗ്രഹം നിൽക്കുക. ഈ പാപന് പാപഗ്രഹ ദൃഷ്ടിയോ പാപവർഗാധിക്യമോ ബലഹീനതയോ ഇവയിലേതെങ്കിലും ഒന്ന് വരികയും ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കുകയും ചെയ്യുക. അടുത്തതായി 5-ാം ഭാവാധിപൻ, അഷ്ടമാധിപൻ, ഗുളിക ഭവനാധിപൻ, നപുംസകഗ്രഹം, പാപയുക്തനായ ശുക്രൻ ഇവരിൽ ആരെങ്കിലും ശുഭഗ്രഹയോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ 7-ൽ നിൽക്കുക. നപുംസകഗ്രഹം എന്ന് പറയുമ്പോൾ ശനി, ബുധൻ, കേതു എന്നിവരാണ് നപുംസകഗ്രഹങ്ങൾ. ഇനി മൂന്നാമതായി നോക്കുന്നത് മകരം, കന്നി എന്നീ രാശികൾ 7-ാം ഭാവമായി വരികയും അവിടെ വ്യാഴൻ നിൽക്കുകയും ആ വ്യാഴന് ശുഭഗ്രഹയോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ വരിക. മകരം രാശി 7-ാം ഭാവമായി വരണമെങ്കിൽ ലഗ്നം കർക്കിടകമായി വരണം. അതുപോലെ കന്നി 7-ാം ഭാവമായി വരണമെങ്കിൽ മീനം ലഗ്നമായിട്ട് വരണം. മകരം രാശി വ്യാഴന് നീചക്ഷേത്രമാണ്. കന്നിരാശി ശത്രുക്ഷേത്രവുമാണ്. ഇനി നാലാമതായി നോക്കുന്നത് വൃശ്ചിക രാശി 7-ാം ഭാവമായി വരികയും അവിടെ ശുക്രൻ നിൽക്കുകയും ആ ശുക്രന് ശുഭഗ്രഹ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെയും വരണം. വൃശ്ചികം രാശി 7-ാം ഭാവമായി വരണമെങ്കിൽ ലഗ്നം ഇടവമാകണം. അഞ്ചാമതായി നോക്കുന്നത് ഇടവം രാശി 7-ാം ഭാവമായി വരികയും അവിടെ ബുധൻ നിൽക്കുകയും ഈ ബുധന് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതെയും വരണം. ആറാമതായി നോക്കുന്നത് മീനം രാശി 7-ാം ഭാവമായിട്ട് വരികയും അവിടെ ശനി നിൽക്കുകയും ഈ ശനിക്ക് ശുഭഗ്രഹ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതെയും വരണം. മീനം 7-ാം ഭാവമായി വരണമെങ്കിൽ ലഗ്നം കന്നിരാശിയായിരിക്കണം. ഇതുകൂടാതെ ജാതകത്തിൽ ശനിയും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുക. ശുക്രൻ്റെ മുന്നിലുള്ള രാശിയിലും പിന്നിലുള്ള രാശിയിലും പാപഗ്രഹങ്ങൾ നിൽക്കുക. ശുക്രൻ്റെ 4-ലും 8-ലും പാപഗ്രഹങ്ങൾ നിൽക്കുക. 5-ൽ പക്ഷബലമില്ലാത്ത ചന്ദ്രൻ നിൽക്കുക. ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളും ഭാര്യാമരണദോഷങ്ങൾ അല്ലെങ്കിൽ ഭർത്തൃമരണദോഷങ്ങളാകുന്നു. ഭാര്യാമരണദോഷമുള്ള ജാതകത്തിനോട് ഭർത്തൃമരണദോഷമുള്ള ജാതകം മാത്രം യോജിപ്പിക്കുക. ഇത് 10ഉം ഉത്തമമാണെങ്കിൽ മാത്രം 10 നക്ഷത്ര പൊരുത്തങ്ങളും ദശാസന്ധിയും ഒക്കെ നോക്കിയാൽ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നക്ഷത്ര പൊരുത്തത്തേക്കാൾ പ്രാധാന്യമാണ് ജാതകപ്പൊരുത്തവും ആയുർനിർണയവും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.